ശ്രീ എൻ ശ്രീകുമാർ, പലപ്പോഴും ഇതിനു മുൻപ് ശശി തരൂർ സത്യം വിളിച്ചു പറയുന്നു, എനിക്ക് എൻ്റെ വിലയിരുത്തലുകൾ, എൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒബ്സർവേഷൻസ്, എൻ്റെ നിരീക്ഷണങ്ങളൊക്കെ രാഷ്ട്രീയം നോക്കാതെ കാര്യങ്ങൾ ആര് നല്ല ചെയ്താലും അത് പറയുന്ന ഒരു സംസ്കാരം തനിക്കുണ്ട് എന്ന് ശശി തരൂർ നിരന്തരം പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ വിവാദമായപ്പോൾ ഹൈക്കമാൻഡ് ശശി തരൂരിനെ വിളിച്ചതാണ്, ശാസിച്ചു എന്ന വിവരങ്ങൾ വന്നതാണ്. ഇനി കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കരുത് എന്ന് കർക്കശമായ നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയെന്ന വാർത്തകൾ പുറത്തു വന്നതാണ്. അതിനോട് സമരസപ്പെടുകയും അതിനോട് മയപ്പെട്ട് നിൽക്കുകയും ചെയ്തു തരൂർ എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഈ മോദി സ്തുതി. ഇപ്പോൾ തന്നെ BJP അതൊരു വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഇനി വരാൻ പോകുന്ന മറ്റ് രാഷ്ട്രീയ സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണല്ലോ തരൂരിൻ്റെ ഈ പ്രസ്താവന. ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നൊരു ന്യായം കൊണ്ട് തരൂരിന് ഇത്തവണ രക്ഷപ്പെടാൻ കഴിയുമോ? ഹൈക്കമാൻഡിൻ്റെ നടപടിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ന്യായം തരൂരിന് ഈ വിഷയത്തിലുണ്ടോ? നോക്കൂ ഗോപികൃഷ്ണൻ, ശ്രീ ശശി തരൂർ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വലിയ ഗൗരവമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് കോൺഗ്രസിനെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ കോൺഗ്രസിനെക്കുറിച്ച്, കോൺഗ്രസ് ഉക്രൈൻ റഷ്യ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസും ഇതുപോലത്തെ നിലപാടാണ് എടുത്തിട്ടുള്ളത്. കാരണം റഷ്യയോടും ഉക്രൈനോടും ആരോടും വലിയ അടുപ്പം കാണിക്കാതെ എന്നാൽ പ്രശ്നം തീരണമെന്നും അതുപോലെയുള്ള നടപടി തന്നെയാണ്, നയം തന്നെയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. നെഹ്റുവിൻ്റെ കാലം മുതൽക്കുള്ള ഒരു ചേരിതരാ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇപ്പോൾ UPA ഭരണകാലത്ത് തന്നെ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി ഉക്രൈനുമായിട്ടുള്ള ആ ഒരു കരാറും ബന്ധങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇന്നത് നരേന്ദ്രമോദിയുടെ ഒരു കഴിവാണ് എന്ന രീതിയിൽ ശശി തരൂർ പറഞ്ഞത് തെറ്റാണ്. കാരണം ശശി തരൂർ അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല, കോൺഗ്രസിൻ്റെ നയം തന്നെയാണ്. നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഉക്രൈനിലെയും റഷ്യയിലെയും ഈ കാര്യങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോൺഗ്രസ് നേതൃത്വത്തെയും ഇഷ്ടപ്പെടും. കാരണം കോൺഗ്രസിൻ്റെ നയം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ നയമാണ് ശരിയെന്ന് പറയുന്നത്, അത് രാഷ്ട്രീയമില്ല എന്നതിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തൽക്കാലത്തേക്കുള്ള രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിരിക്കും. കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ നയരൂപീകരണ സമിതിയായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഇനി അതുമാത്രമല്ല, പാർലമെൻറ്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് വിദേശകാര്യ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. നിസ്സാര പോസ്റ്റല്ലല്ലോ, വിദേശകാര്യ സമിതിയുടെ ചെയർമാനാണ്, ഇൻ്റർനാഷണൽ അഫയേഴ്സിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പാർട്ടിയുമായിട്ട് ആലോചിക്കാതെ ഇങ്ങനെ പ്രധാനമന്ത്രിയെ പോഴ്ത്തുന്നത് തെറ്റാണ്. അത് കോൺഗ്രസിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്, സംശയമില്ല. കോൺഗ്രസ്സുകാർ ഇന്ന് തീരെ ഇഷ്ടപ്പെടാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രസ്താവന വന്നതിൻ്റെ തുരുതുരാ പ്രസ്താവനകൾ BJPക്കാരുടെ ഭാഗത്തു നിന്ന് വന്നു. അതിലെല്ലാവരും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, രാഹുൽ ഗാന്ധിക്കേറ്റടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധിയെ പ്രഹരിക്കാനായിട്ട് ശശി തരൂരിൻ്റെ അഭിപ്രായത്തെ അവർ ആയുധമാക്കുന്നു. ഇതിൽ ശശി തരൂർ ആയുധം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാണ് ചിന്ത. സുരേന്ദ്രൻ പറഞ്ഞതും രാഹുൽ ഗാന്ധിക്കെതിരെ, അതുപോലെ കേന്ദ്രമന്ത്രി, ഇന്ന് കേരളത്തിലുള്ള കേന്ദ്രമന്ത്രി പറഞ്ഞതും രാഹുൽ ഗാന്ധിക്കെതിരെ. ഇന്ന് പ്രതികരിച്ച എല്ലാ BJP നേതാക്കളും പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒറ്റപ്പെടും. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്ത് രാജേഷ് പറഞ്ഞതും രാഹുൽ ഗാന്ധിക്കെതിരെ. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിക്കെതിരെയാണോ മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെയാണോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിൻ്റെ ഒരു നയത്തെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ BJPക്ക് ആഗ്രഹം ഇത് നയത്തെക്കുറിച്ചല്ല, രാഹുൽ ഗാന്ധിക്കെതിരായ തിരിച്ചടി. അതിനവർ ശശി തരൂരിൻ്റെ പ്രസ്താവന ആയുധമാക്കും. രാഷ്ട്രീയമായിട്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല, ശശി തരൂരിനെ കുറ്റം പറയാൻ പറ്റില്ല. ശ്രീകുമാർ, അതൊക്കെ വളരെ സ്വാഭാവികമല്ലേ? അതായത് ഇങ്ങനെ ഒരു പ്രസ്താവന, അത് താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ MP ആയ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ കമ്മിറ്റിയിലെ ചെയർമാനായ ശശി തരൂർ നടത്തുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കുക എന്നത് സ്വാഭാവികമാണ്. അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു ഡോക്ടർ തരൂർ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ മാത്രമല്ല, നേരത്തെ ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെ ഘട്ടത്തിലും തരൂർ പറഞ്ഞത് അതിനെ പ്രശംസിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുമാണ്. ഇനി യുക്രൈൻ റഷ്യ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നയം തന്നെയാണ് തരൂർ പറഞ്ഞത് എന്ന് താങ്കൾ പറയുമ്പോഴും ഈ കേന്ദ്രത്തെ നേരത്തെ വിമർശിച്ചത്, കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെറ്റായിപ്പോയി എന്നും ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും സ്വീകാര്യനായ പ്രധാനമന്ത്രിയായി
നരേന്ദ്രമോദി മാറിയെന്നും പീസ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ലോകസമാധാനത്തിന് വേണ്ടി ഇന്ത്യക്ക് കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന തരത്തിൽ ഇടപെടാൻ കഴിയുന്നു എന്ന് പറയുന്നത് ശരിയായ ഇൻ എ പ്ലെയിൻ മീനിങ് അതിൻ്റെ അർത്ഥം ഈ പ്രധാനമന്ത്രി അദ്ദേഹം അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നയനിലപാടുകളെ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തെ വാഴ്ത്തുന്നു എന്നതാണ്. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തരൂർ ചെയ്യേണ്ട കാര്യമാണോ ഇത് എന്നതാണല്ലോ പ്രശ്നം. ഇത് തരൂർ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ തുറന്ന മനസ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അഭിപ്രായ പ്രകടനമായിട്ടാണോ കാണേണ്ടത്? അല്ല ഗോവിഷൻ, ഞാൻ പറഞ്ഞത് അതായത് ഈ വിഷയത്തിൽ വിദേശ നയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വിദേശ നയമുണ്ട്. ഈ കോൺഗ്രസിൻ്റെ വിദേശ നയം നെഹ്റുവിൻ്റെ കാലത്ത് രൂപപ്പെടുത്തിയതാണ്. നോക്കൂ, ആദ്യത്തെ കോൺഗ്രസ് ഇതിലെ ഗവൺമെൻറ് മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയപ്പോൾ അന്ന് വിദേശകാര്യമന്ത്രിയായത് AB വാജ്പേയി. അദ്ദേഹം അന്ന് ആ നെഹ്റുവിയൻ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ വിദേശ നയത്തെ അംഗീകരിച്ച ഒരാളാണ്. അപ്പോൾ അത്രയും വളരെ പരമപ്രധാനമായ പ്രസക്തമായൊരു വിദേശ നയത്തെ കോൺഗ്രസ് വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുകയാണ്. ആ കാര്യം തുലനം ചെയ്യാനാണ് ഞാൻ ഈ ഉക്രൈൻ റഷ്യ കാര്യം പറഞ്ഞത്. ആരോടും മമതയില്ല, യുദ്ധം അവസാനിപ്പിക്കണം, ആരോടും മമതയിൽ ഇതുള്ളതാണ്. പക്ഷേ ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കൊണ്ടുവന്ന രീതിയിൽ ശശി തരൂർ അവതരിപ്പിച്ചതാണ് പ്രശ്നമായത്. ശശി തരൂർ അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ശശി തരൂരിൻ്റെ അഭിപ്രായം കോൺഗ്രസിൻ്റെ അഭിപ്രായമായിട്ട് മാറില്ല. കാരണം കോൺഗ്രസിൻ്റെ അഭിപ്രായം ചേരിചേരാ വിഷയങ്ങളും വിദേശ നയവും വേറെയാണ്. മോദിയെ പുകഴ്ത്തലല്ലോ കോൺഗ്രസിൻ്റെ നയം. ശശി തരൂർ ഇത് മുമ്പ് മോദിയെ പുകഴ്ത്തി, അതിനുശേഷം കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം കോൺഗ്രസിൻ്റെ നേതാക്കൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്നിട്ട് രാഷ്ട്രീയമല്ല എന്ന് പറയുന്നത് നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അത് തെറ്റായ പ്രവണതയാണ്. അത് മാത്രവുമല്ല, ശശി തരൂർ ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസിനേക്കാൾ കൂടുതൽ അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത് താനൊരു വിദേശകാര്യ നയത്തിൻ്റെ ഒരു പ്രാണേതാവ് എന്ന നിലയിലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്, അദ്ദേഹം MP ആയിട്ടിരിക്കാൻ കുഴപ്പമില്ല, പാർലമെൻ്ററി അഫയേഴ്സ് കമ്മിറ്റിയിലെ ചെയർമാനായിട്ടിരിക്കാൻ ഇൻ്റർനാഷണൽ അഫയേഴ്സ് ചെയർമാനായിട്ടിരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം ആ വർക്കിംഗ് കമ്മിറ്റി സ്ഥാനത്ത് ഞാൻ മാറി നിൽക്കുകയാണ്. കാരണം എനിക്ക് ഇങ്ങനെ ചില സ്വതന്ത്രമായ അഭിപ്രായം ചില ഘട്ടങ്ങളിൽ പറയേണ്ടി വരും എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം 13 വർഷമായിട്ടേ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായിട്ടുള്ള ആത്മബന്ധമില്ല. അദ്ദേഹം കോൺഗ്രസുമായിട്ട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴും ഇതേ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പിന്നെ കേരളത്തിൽ വന്നിട്ട് മലബാർ പര്യടനം നടത്തിയപ്പോഴും അതിനോട് പാർട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി അദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മുൻകാലങ്ങളിൽ KR നാരായണനാണെങ്കിലും അരുൺ സിംഗ് ആണെങ്കിലും അരുൺ നെഹ്റു ആണെങ്കിലും നട്വർ സിംഗ് ആണെങ്കിലും മണിശങ്കരയ്യർ ആണെങ്കിലും നമ്മുടെ കേരളത്തിൽ S കൃഷ്ണകുമാർ ആണെങ്കിലും ഒക്കെ കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവരൊക്കെ IAS ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഇത് KR നാരായണൻ ഒഴിച്ച് മറ്റെല്ലാവരിൽ നിന്നും കോൺഗ്രസിന് വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ശശി തരൂരിൽ നിന്നും വിമർശനം ഏൽക്കേണ്ടി വരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ വളരെ മിടുക്കന്മാരായ ആളുകൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് സ്ഥാനങ്ങൾ നൽകുമ്പോൾ അത് കോൺഗ്രസിന് വിനയാകുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കാൻ പാടില്ല. അത് കോൺഗ്രസ് പ്രവർത്തകരോടുള്ള ഒരു പ്രതിബദ്ധതയില്ലായ്മയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ന് ശശി തരൂർ നടത്തിയ പ്രസ്താവന ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ മോശമായി പോയി. ഒരു കാര്യം ഗോപികൃഷ്ണൻ മനസ്സിലാക്കണം, ശശി തരൂരിൻ്റെ ഗ്രാഫ് ഉയരുകയാണോ താഴുകയാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടിയുടെ പരമോന്നത സമിതിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് ചെയ്ത ഒരു നല്ല കാര്യം ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ വിദേശകാര്യ നയത്തെ വാജ്പേയി അംഗീകരിച്ച കാര്യം അദ്ദേഹം പറയേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ചേരിചേര നയത്തിൻ്റെ പാഠം ഉൾക്കൊണ്ട് ഉള്ള ഒരു BJP നയം നരേന്ദ്രമോദിയുടെ കാലത്ത് മാറിയതും, എന്നാൽ ഈ കോൺഗ്രസ് ഇക്കാര്യങ്ങളിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അത് തന്നെയാണ് മോദി പിന്തുടരണം എന്ന രീതിയിലല്ലേ പറയേണ്ടത്. അതിന് പകരം ഞാൻ 2022 പറഞ്ഞ ആ എണ്ണ ഇറക്കുമതിയെക്കുറിച്ച് പറഞ്ഞാൽ തെറ്റായി പോയി എന്നൊക്കെ പറയുമ്പോൾ അതേ ഒരു BJPയുടെ ഒരു വക്താവിനെ പോലെ സംസാരിക്കുകയാണ്. അത് അങ്ങനെ BJPയുടെ വക്താവിനെ പോലെ സംസാരിക്കുന്നു എന്നാണ് താങ്കൾക്ക് തോന്നിയത്?